കുരുക്ഷേത്രത്തിന്റെ 4-ാം ദിവസത്തെ യുദ്ധാവസാനം. ഭീമസേനനും വീരനായ കുരുപുങ്കവനും പരസ്പരം പോരാടി. ഭീമസേനൻ ഗദയേന്തി ദുര്യോധനൻ തുടങ്ങിയ എല്ലാവരെയും തടുത്തു. അനേകായിരം തേരുകളോടുകൂടി ദുര്യോധനപുത്രനായ നന്ദകൻ ശക്തനായ ഭീമസേനനെ കൂർത്തമൂർത്ത അമ്പുകളാൽ പ്രഹരിച്ചു. തേരാളിയായ ദുര്യോധനൻ അപ്പോൾ ഭീമസേനന്റെ നെഞ്ചു നോക്കി മൂർച്ചയുള്ള 9 അമ്പുകൾ എയ്തുവിട്ടു. അപ്പോഴേക്കും മഹാബാഹുവായ ഭീമൻ തന്റെ തേരിൽ കയറി ശ്രേഷ്ഠമായ രഥത്തിൽ ഇരുന്നു കൊണ്ട് വിശോകനോട്, അതായത് അദ്ദേഹത്തിന്റെ തേരാളിയോട് പറഞ്ഞു: ധൃതരാഷ്ട്രപുത്രൻ എന്നെ കൊല്ലുവാനായി നിൽക്കുന്നു. നാം ഏറെ നാളായി കാക്ഷിച്ചിരിക്കുന്ന ഫലിക്കുവാൻ പോകുന്നത് സഹോദരന്മാർ വരുന്നതായി ഞാൻ കാണുന്നുണ്ട്. വിശോക, രഥചക്രം ധൂളികൾ പറത്തിക്കൊണ്ട് നീ അവിടേക്ക് തെളിക്കുക. എന്റെ അശ്വങ്ങളെ നീ നന്നായി നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഭീമസേനൻ ദുര്യോധനനെ നോക്കി പൊന്നണിഞ്ഞ കൂർത്തുമൂർത്ത ശരങ്ങൾ എയ്തു. കൂടാതെ 3 ശരങ്ങൾ നന്ദകനെയും എയ്തു. 60 ശരങ്ങൾ ദുര്യോധനൻ ഭീമസേനനിൽ എയ്തു. വേറെ 3 കൂർത്തുമൂർത്ത ശരങ്ങൾ ഭീമസേനന്റെ സാരഥിയിലേക്കും എയ്തു. പോരിൽ ഭീമന്റെ നല്ല വില്ലിന്റെ പിടിക്കുന്ന ഭാഗം നോക്കി 3 ഭല്ലം എയ്തുവിട്ടു ഖണ്ഡിച്ചു ദുര്യോധനൻ. വില്ലാളി വീരനായ സുയോധനൻ അമ്പ് എയ്തപ്പോൾ ആർത്തനായ ഭീമൻ സൂതനായ വിശോകനെ നോക്കി പൊറുക്കാതെ ദിവ്യമായ ചാപമെടുത്ത് പൊടി തുടച്ച് ദുര്യോധനനെ കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് എയ്യുവാൻ തീരുമാനിച്ചു. രോമം മുറിക്കുന്ന കത്തിയമ്പെടുത്ത് വീര്യത്തോടെ വിട്ടു. അതുകൊണ്ട് മന്നവന്റെ വില്ല് അറുത്തു. മുറിഞ്ഞ വില്ല് വിട്ട് കോപം മൂർച്ഛിച്ച ദുര്യോധനൻ ഉറപ്പും വീര്യവുമുള്ള മറ്റൊരു വില്ലെടുത്തു ഭീമനിലേക്ക് എയ്തു. ആ ധീരൻ ആഞ്ഞുവിട്ട ശരമേറ്റ് ഭീമൻ തേർത്തട്ടിൽ ഇരുന്നു പോയി. തേർത്തട്ടിലിരുന്ന് മൂർച്ഛിച്ചു. വൃദ്ധവെട്ടുപോയ ഭീമസേനനെ കണ്ട് അഭിമന്യു തുടങ്ങിയവർ അടുത്തെത്തി. ആ പാണ്ഡവ മഹാരഥന്മാർ ഈ കടും പ്രയോഗത്തിൽ പുറത്തില്ല. അതിതേജസ്സുള്ള ഉഗ്രമായ ശരവർഷത്താൽ ദുര്യോധനനുമേൽ ശരവർഷം തൂകി. കൂടാതെ ധൃതരാഷ്ട്രപുത്രന് ഭീമന്റെ കയ്യിൽ നിന്നും 14 ശരങ്ങൾ ഏൽക്കേണ്ടതായി വന്നു. അതിനെ തടയിടുവാനായി സുദേഷ്ണൻ, ജലന്ധൻ, ഭീമരഥൻ, വീരബാഹു, അലോലുപൻ, ദുർമുഖൻ തുടങ്ങിയ കൗരവ പുങ്കവന്മാർ സഹോദരനായ ദുര്യോധനനെ കാക്കുവാനായി വന്നു. എല്ലാവരും കൂടി ഭീമനോട് ഏറ്റു. ഭീമനെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. കുരുക്കളെ കണ്ട ഉടനെ മഹാബലനായ ഭീമസേനൻ ചിറിനക്കി ചുണ്ടു നനച്ച് പശുക്കൂട്ടത്തിൽ കടന്ന ചെന്നായയെപ്പോലെ ഗരുഡൻ പാഞ്ഞു ചെല്ലുന്നത് പോലെ അവരുടെ അടുക്കലേക്ക് ചെന്നു. സേനാപതിയുടെ കഴുത്ത് കത്തിയമ്പ് ഖണ്ഡിച്ചു. പിന്നെ ചിരിച്ചുകൊണ്ട് 3 അമ്പുകളാൽ മഹാഭുജൻ ജലന്ധനെ പിളർത്തി കാലപുരിയിലേക്ക് അയച്ചു. പിന്നെ സുഷേണനെയും കൊന്നു. ഉഗ്രന്റെ തലപ്പാവും ചന്ദ്രതുല്യമായ കുണ്ഡലവും കൃത്യമായ മുഖത്ത് തന്നെ ഭല്ലം വീഴ്ത്തി ഇല്ലാതാക്കി. 70 അമ്പുകൾ കൊണ്ട് അശ്വസൂത രഥന്മാരെയും വീരബാഹുവിനെയും പരലോകത്തേക്ക് അയച്ചു ഭീമൻ. പിന്നെ ധൃതരാഷ്ട്രരുടെ ഒരു മകനായ ഭീമനെയും ഭീമസേനൻ കൊന്നു. ഭീമസേനൻ ചിരിച്ചുകൊണ്ടവനെ കാലപുരിയിലേക്ക് യാത്രയയച്ചു. ഉടനെ ഭീമൻ കത്തിയമ്പ കൊണ്ട് സർവ സൈന്യങ്ങളെയും കാലപുരിയിലേക്ക് അയച്ചു. ഭീമന്റെ വിക്രമം കണ്ടപ്പോൾ ഭയചിത്തരായി കൗരവസേന നിന്നു. അവിടെ നിൽക്കുന്നവർ ഭീമസേനനെ ഭയപ്പെട്ട് കിടുകിട വിറച്ചുകൊണ്ട് നോക്കി നിന്ന് കണ്ട ദിക്കിലേക്കെല്ലാം ഓടിക്കളഞ്ഞു. അങ്ങനെ മഹാത്മാവായ ഭീമൻ ധൃതരാഷ്ട്രപുത്രന്മാരെ വധിച്ച് ഒടുക്കുമ്പോൾ ശാന്തവാനായ ഭീഷ്മർ മഹാരഥന്മാരോട് പറഞ്ഞു: ഇതാ പോരിൽ ചൊടിച്ച് ഉഗ്രനായി ഭീമൻ വമ്പന്മാരായ ധാർതരാഷ്ട്രന്മാരെ കൊന്നു തീർക്കുന്നു. കൂട്ടരെ എല്ലാവരെയും കൊല്ലുന്നു. അവനെ വേഗത്തിൽ തന്നെ പിടിക്കുക എന്ന്.